Hi team, welcome back. ഇന്ന് നമ്മുടെ ടോപ്പിക് AWS ക്ലൗഡ് സർവീസായ EC2 ആണ്. EC2 എന്ന് പറഞ്ഞ ടേം നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോസിലെല്ലാം കുറേ വട്ടം യൂസ് ചെയ്ത ഒരു ടേമാണ്. അങ്ങനെ അവിടെ പറഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് കുറച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു. EC2 എന്ന് പറയുന്നത് നമ്മളൊരു വെർച്വൽ മെഷീനെ റെപ്രസെൻറ്റ് ചെയ്യണതാണ് ഈ AWS ക്ലൗഡിൽ. അതിൽ EC2 എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ ഇലാസ്റ്റിക് കമ്പ്യൂട്ട് ക്ലൗഡ് എന്നാണ്. ഇന്നത്തെ ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഇലാസ്റ്റിക് കമ്പ്യൂട്ട് ക്ലൗഡിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പിന്നെ അതിൻ്റെ കുറച്ച് കീ ഫീച്ചേഴ്സ്, അത് തന്നെയാണ് അതിൻ്റെ കീ കോൺഫിഗറേഷൻ ഡ്യൂറിങ് ലോഞ്ച്. അത് നമ്മളൊരു EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെ ആണ് അതിൻ്റെ കീ കോൺഫിഗറേഷൻസ് എന്നുള്ളത് നമുക്ക് കാണാം. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലത്തെ ആ ഒരു ടേംസ് എല്ലാം ഫെമിലിയർ ആവും, അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഇന്നത്തെ EC2 ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് അതാണ് വെർച്വൽ മെഷീൻസ്, അതായത് വെർച്വൽ സെർവേഴ്സ് ഫ്രം AWS ക്ലൗഡ്. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ നമുക്ക് ഒരു സെർവർ, ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് വന്നു, നമ്മളൊരു പുതിയ ഒരു ഹാർഡ്വെയർ എടുത്ത് ഒരു കമ്പ്യൂട്ടർ നമ്മൾ അസംബിൾ ചെയ്തു. നമുക്കതിൽ പ്രോജക്റ്റിന് റിക്വയർഡ് ആയ എല്ലാ കാര്യങ്ങളും നമ്മൾ കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് ആ പ്രോജക്റ്റിലത്തെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കും. അതനുസരിച്ച് നമുക്കതിൻ്റെ ഏത് OS വേണം, അതായത് ഏത് വിൻഡോസ് സെർവർ വേണോ അതോ ലൈനക്സ് സെർവർ വേണോ ഉബുണ്ടു സെർവർ വേണോ എന്നൊക്കെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ആ ഒരു പ്രോജക്റ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ബാക്കി സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ് ആവശ്യമെന്ന്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ക്ലൗഡിലാണെങ്കിൽ നമ്മൾ വെർച്വലി ഇതെല്ലാം ചൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ നമ്മുടെ പ്രോജക്റ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് എങ്ങനെയുള്ള ഒരു സെർവറാണ് വേണ്ടത് എന്നുള്ള ഇത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അത് തന്നെയാണ് നമ്മുടെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അതായത് കീ കോൺഫിഗറേഷൻ ഡ്യൂറിങ് ലോഞ്ച്. അത് ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ നമ്മളത് സ്പെസിഫൈ ചെയ്യണതാണ് ഈ ഡിഫറെൻറ്റ് ഫീൽഡായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് തിങ് ആണ് ആമസോൺ മെഷീൻ ഇമേജ്. ആമസോൺ മെഷീൻ ഇമേജ് എന്ന് പറയുന്ന അതിൻ്റെ സെലക്ഷൻ, അതായത് AMI സെലക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ AMI എന്ന് പറയണതും ഇനി അടുത്ത സ്ലൈഡ്സിലൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ആഡ് ചെയ്തില്ല, നമുക്കത് ഒരു സ്ലൈഡായി അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഓക്കെ, AMI എന്ന് പറയുന്നത് നമ്മൾ AWS സൈഡിൽ നിന്ന് ഒരു പ്രീ കോൺഫിഗേർഡ് ടെംപ്ലേറ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റൻസിൻ്റെ ഒരു ഇമേജായി തന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം, എന്തൊക്കെ സോഫ്റ്റ്വെയർസ് വേണം എന്നൊക്കെ ഉള്ളത് ഒരു ബണ്ടിലാക്കി നമുക്കൊരു ഇമേജ് ഫോമിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്കൊരു വിൻഡോസ് സെർവറാണ് വേണ്ടത്, അത് അതിൻ്റെ ബാക്കി സോഫ്റ്റ്വെയർസ് എന്തൊക്കെ വേണം എന്ന് ചെക്ക് ചെയ്ത് നമുക്ക് അതിന് മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് അവിടുന്ന് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അത് സെലക്ട് ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ പോകുമ്പോൾ കാണുന്നതാണ് EC2 ഇൻസ്റ്റൻസ് ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു കോൺഫിഗറേഷൻ വന്നാൽ നമുക്ക് അതിൻ്റെ എത്രയാണ് അതിൻ്റെ CPU, മെമ്മറി, സ്റ്റോറേജ്, അതുപോലെ നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റി, ഗ്രാഫിക് ഹാർഡ്വെയർ, ഇതെല്ലാം നമുക്ക് ആ ഒരു ഇൻസ്റ്റൻസിൻ്റെ എത്രയാണ് എന്നുള്ളത് AWS സൈഡിൽ നിന്ന് തന്നെ ഒരു പെർട്ടിക്കുലർ ഫോമാറ്റിലാക്കി അവർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഇവിടെ കൊടുത്തത് T3 X large എന്ന് പറയുന്നത്. അത് പല ഇൻസ്റ്റൻസ് ടൈപ്പ് AWS സൈഡിലുണ്ട്. അതും അവരെങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ പല യൂസ് കേസ് അനുസരിച്ച്. ഇപ്പം നമ്മുടെ ഇൻസ്റ്റൻസ് ഫാമിലീസ് എന്ന് പറയുന്ന അടിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻസ്റ്റൻസ് ഫാമിലീസ് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ജനറൽ പർപ്പസ് യൂസ് കേസ് ആയിട്ടുള്ളതിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റൻസ് ഇതൊക്കെയാണ്. അതിൻ്റെ ഇൻസ്റ്റൻസ് സീരീസ് എന്ന് പറയുന്നത് T സീരീസ്, M സീരീസ് എന്ന് പറയുന്നത്. ഇതിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന T3 X large എന്ന് പറയുന്ന ഒരു എക്സാമ്പിളിൽ ഇതിപ്പോൾ T എന്ന് പറയുന്നത് അതിൻ്റെ സീരീസിനെ സ്പെസിഫൈ ചെയ്യുന്നു, G എന്ന് പറയുന്നത് അതിൻ്റെ ജനറേഷൻ, X large എന്ന് പറയുന്നത് ആ ഇൻസ്റ്റൻസിൻ്റെ സൈസ്. ഇതിങ്ങനെ ഒരു കമ്പൈൻഡ് ആയിട്ടാണ് ഈ EC2 ഇൻസ്റ്റൻസ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇവിടുത്തെ ഒരു മെമ്മറി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് മെമ്മറി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സെർവർ വേണം എന്ന് വെച്ചാൽ നമുക്ക് R സീരീസിലുള്ള ഒരു സെർവറിനെ പ്രൊവിഷൻ ചെയ്യാം. അല്ലെങ്കിൽ കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ് ആണ് വെച്ചെങ്കിൽ C സീരീസിൽ, സ്റ്റോറേജ് ഒപ്റ്റിമൈസ്ഡ് ആണ് വെച്ചെങ്കിൽ I സീരീസ്, D സീരീസ്, അങ്ങനെ പല സീരീസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റിംഗ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ തന്നെ നമ്മളെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ ഇതും കൂടി സ്പെസിഫൈ ചെയ്യും. ഈ എന്താണ് നമ്മുടെ ഒപ്റ്റിമൈസ് ഏത് ടൈപ്പ് ആപ്ലിക്കേഷനാണ്, കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ് ഇൻസ്റ്റൻസസ് ആണോ വേണ്ടത്, മെമ്മറി ഒപ്റ്റിമൈസ്ഡ് ആണോ വേണ്ടത്, അത് വെച്ച് നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസും അതിനനുസരിച്ച് നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടും.
അടുത്ത ടേംസ് ആണ് കീ പെയേഴ്സ്. കീ പെയേഴ്സ് എന്ന് പറയുന്നത് ഒരു സെക്യൂർ ലോഗിൻ ഇൻഫോർമേഷൻ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു സെർവർ പ്രൊവിഷൻ ചെയ്ത് നമുക്ക് ലാസ്റ്റിൽ നമുക്ക് ഈ കീ പെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ കീ പെയർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അത് നമുക്ക് ചൂസ് ചെയ്യാം ഈ കീ പെയർ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ AWS സൈഡിൽ ഒരു പബ്ലിക് കീ അതിൻ്റെ റിലേറ്റ്, അപ്പം നമ്മൾ പ്രൊവിഷൻ ചെയ്യുന്ന സെർവറിന് ഒരു പബ്ലിക് കീ AWS സൈഡിൽ സ്റ്റോർ ചെയ്യും. നമുക്ക് ഒരു പ്രൈവറ്റ് കീ അവർ ഷെയർ ചെയ്യും. ആ പ്രൈവറ്റ് കീ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾക്കൊരു സെക്യൂർ പ്ലേസിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ടൈം നമ്മൾ ആ സെർവറിലേക്ക് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഈ കീ പെയർ, അതായത് ഒരു പെം കീ എന്നൊക്കെ ഫോമിലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. ആ പെം കീ നമുക്ക് അവിടെ ഷെയർ ചെയ്ത് കൊടുത്താൽ അത് വെച്ച് അവർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പബ്ലിക് കീ ആണോ എന്ന് AWS സൈഡിൽ ചെക്ക് ചെയ്ത് അങ്ങനെയാണ് ആ ആക്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു സെക്യൂർ ലോഗിൻ ഇൻഫോർമേഷൻ ആണ് ഈ കീ പെയർ എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് സെക്യൂരിറ്റി ഗ്രൂപ്പ്സ്. ഇത് അതിൻ്റെ നെറ്റ്വർക്കിങ്ങിൽ വരുന്ന സെക്യൂരിറ്റി ഗ്രൂപ്പ്. ഇപ്പോൾ നമ്മൾ മുമ്പ് കാണുണ്ടായി, ഇപ്പോൾ നമ്മളൊരു VPCയുടെ ഉള്ളിൽ ഒരു സബ്നെറ്റിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഈ സെർവർ പ്രൊവിഷൻ ചെയ്യുമ്പോൾ ഈ സെർവറിന് വരുന്ന ഒരു ഫയർവാൾ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു സർവീസാണ് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും that firewall that enable you to specify the protocols, ports and source IP range that can reach your instance and the destination IP range to which your instance can connect. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റൻസ് ഈ ഇപ്പം നമ്മളൊരു സെർവർ പ്രൊവിഷൻ ചെയ്തു, ഇപ്പം നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് ഇപ്പോൾ അതിനെ ആക്സസ് ചെയ്യാൻ നോക്കി. ആ ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ IP ആണ് നമ്മുടെ സോഴ്സ് IP എന്ന് പറയുന്നത്. അത് സോഴ്സ് IP ഇപ്പോൾ ഒരു സെർവറിനെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു പ്രോട്ടോക്കോൾ വഴി ഒരു പെർട്ടിക്കുലർ പോർട്ട് വഴിയാണ് അത് ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. ആ ആക്സസ് ചെയ്യണ സമയത്ത് നമ്മൾ ഈ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ അത് അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ആ സെർവറിന്ന് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് ഒരു ആക്സസോ അല്ലെങ്കിൽ വേറെ പെർട്ടിക്കുലർ സൈറ്റിലേക്ക് ആക്സസ് വേണമെങ്കിൽ അത് ആ പോകുന്ന പെർട്ടിക്കുലർ സൈറ്റിനെയാണ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ IP എന്ന് പറയുന്നത്. അതും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണോ ഈ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ അലൗ ചെയ്തിട്ടുള്ള റൂൾസ് അതനുസരിച്ചായിരിക്കും ഇൻബൗണ്ട് ആൻഡ് ഔട്ട് ബൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഇൻകമിങ് ട്രാഫിക്കും ഔട്ട് ഗോയിങ് ട്രാഫിക്കും അലൗ ചെയ്യുക ഈ സെക്യൂരിറ്റി ഗ്രൂപ്പ്സിൻ്റെ റൂൾസ് അനുസരിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പറയുന്നത് ഫയർവാൾ ഫോർ ദ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന ഫയർവാൾ ഫോർ ഇൻസ്റ്റൻസ്. അടുത്തതാണ് നമ്മുടെ സ്റ്റോറേജ് ഓപ്ഷൻസ്. സ്റ്റോറേജ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പിൽ പറയാം. ഒന്ന് ടെമ്പററി സ്റ്റോറേജ് ഉണ്ട്, അതാണ് ഇൻസ്റ്റൻറ്റ് സ്റ്റോർ വോളിയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇൻസ്റ്റൻസ് നമ്മൾ പ്രൊവിഷൻ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് അതിനൊരു ഇൻസ്റ്റൻറ്റ് സ്റ്റോർ വോളിയം ഉണ്ടാവും. പക്ഷേ അത് ഒരു ടെമ്പററി സ്റ്റോറേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. ആ ടെമ്പററി സ്റ്റോറേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഈ സെർവർ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഹൈബർനേറ്റ് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റ, ഈ ഇൻസ്റ്റൻറ്റ് സ്റ്റോർ വോളിയത്തിലുള്ള ഡാറ്റ അത് ഡിലീറ്റ് ആയി പോകും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളതാണ് ഒരു ഇലാസ്റ്റിക് ബ്ലോക്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന ആമസോൺ സൈഡിൽ നിന്ന് തരുന്ന ഒരു വോളിയം ഉണ്ട്. അത് നമുക്ക് ഇലാസ്റ്റിക് ബ്ലോക്ക് സ്റ്റോറേജ് ആയ ആമസോൺ EBS എന്ന് പറയുന്ന വോളിയം നമ്മൾ ഒന്ന് പ്രൊവിഷൻ ചെയ്ത് നമുക്ക് ഈ ഇൻസ്റ്റൻസിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഈ EBS വോളിയം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതൊരു പെർസിസ്റ്റൻറ്റ് സ്റ്റോറേജ് വോളിയമാണ്, അത് പെർമനൻ്റ് ആണ്. നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഇൻസ്റ്റൻസ് ടെർമിനേറ്റ് ചെയ്ത് പോയാലും ഈ EBS വോളിയം ടെർമിനേറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമുക്ക് കോൺഫിഗർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻസിൻ്റെ യൂസ് കഴിഞ്ഞു, നമുക്കത് ടെർമിനേറ്റ് ചെയ്ത് കളയാണ്. പക്ഷേ ഇതിലത്തെ വോളിയം റിക്വയർഡ് ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻസ് മാത്രം ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞ് ഈ EBS വോളിയം നമുക്ക് സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു വട്ടം ആ ഒരു ഇൻസ്റ്റൻസിൽ നിന്ന് അത് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഇൻസ്റ്റൻസിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പെർമനൻറ്റ് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന സർവീസാണ് ആമസോൺ EBS വോളിയംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ കീ കോൺഫിഗറേഷൻസ് കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്തതാണ് ഇനിയുള്ള സർവീസിൽ എല്ലാം ഇപ്പോൾ EC2 ഇൻസ്റ്റൻസ് എല്ലാം എന്ന് പറയുന്നത് ചാർജബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രൈസിങ് മോഡലിനെ കുറിച്ച് സംസാരിക്കാം. ഇതിൽ EC2 പ്രൈസിങ് മോഡൽസ് ഡിഫറെൻറ്റ് ടൈപ്പിൽ AWS സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റൻസ് ഏതൊരു ഇൻസ്റ്റൻസ് എടുക്കുകയെന്ന് വെച്ചാലും അതിൻ്റെ സൈസും അത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് അവരൊരു എമൗണ്ട് പറയും, ഇത്ര പെർ അവറിന് ഇത്ര $, എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് പറയും ആ ഒരു ഇൻസ്റ്റൻസിന്. ഇപ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് കണ്ട് നമ്മൾ ഓക്കെ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു 1 അവർ യൂസ് ചെയ്ത ആ എമൗണ്ട് അനുസരിച്ച് അതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബില്ല് വരിക.
ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് ആണെങ്കിൽ നമുക്ക് ഇതേ ഇൻസ്റ്റൻസ് ഇപ്പം നമുക്കറിയാം ഒരു ഹയർ ഇൻസ്റ്റൻസ് ആവശ്യമാണ്, പക്ഷെ നമുക്കതൊരു 1 ഇയർ ഓർ 3 ഇയർ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂസ് കേസ് ആണെങ്കിൽ നമ്മൾ AWS സൈഡിൽ നിന്ന് തന്നെ നമുക്കൊരു റിസർവ്ഡ് ഇൻസ്റ്റൻസ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കുറച്ച് ഒരു 72% ഒക്കെ ഡിസ്കൗണ്ട് തന്നിട്ട് അതേ ഇൻസ്റ്റൻസ് പക്ഷെ നമ്മൾ കമ്മിറ്റ് ചെയ്യണം. നമ്മൾ 1 or 3 ഇയർ നമ്മൾ ഇനീഷ്യലി നമ്മൾ സ്പെസിഫൈ ചെയ്യണം, 1 ഇയർ ആണോ 3 ഇയർ ആണോ എന്നൊക്കെ ഉള്ളത്. അതിനനുസരിച്ച് നമ്മൾക്ക് അത്രയും ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെ നമുക്കൊരു ഇൻസ്റ്റൻസ് ടൈപ്പ് നമുക്കൊരു യൂസ് കേസിന് അത് നമുക്ക് ഫിക്സഡ് ആണ്, ഈ ഒരു ഇൻസ്റ്റൻസ് ടൈപ്പ് നമുക്ക് ഈ റീജിയണിൽ ഈ ഒരു OSന് ഇത്ര വേണം എന്ന് പറഞ്ഞ് നമുക്കൊരു യൂസ് കേസ് ആണെങ്കിൽ നമുക്ക് അതിനെ റിസർവ്ഡ് ഇൻസ്റ്റൻസ് ആക്കി വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് കിട്ടും. അടുത്തൊരു ഓപ്ഷനാണ് സ്പോട്ട് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്പോട്ട് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഹയർ ഇൻസ്റ്റൻസ് ആവശ്യമാണ്, പക്ഷെ നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് നമ്മളൊരു ടെസ്റ്റിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. അപ്പോൾ അതൊരു ലോവർ എൻവയോൺമെൻറ്റിൽ നമുക്ക് ഇത്രയും എമൗണ്ട് കൊടുത്ത് ഇത്രയും ഹയർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് ആ കറൻറ്റ് സ്റ്റേജിൽ അത്ര അത്യാവശ്യമല്ല. പക്ഷെ നമുക്ക് ഈ ഒരു ടെസ്റ്റിംഗ് ചെയ്ത് നോക്കണം, നമുക്കതിൻ്റെ കാപ്പബിലിറ്റി അറിയണം എന്നൊക്കെ ഉണ്ട്, നമുക്ക് അതിൻ്റെ ആ ഒരു റിപ്പോർട്ട് അനലൈസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിന് നമ്മളൊരു ബിഡ് ഫോമിൽ ഒരു ലേലം ചെയ്യണ പോലെ നമ്മൾ ഈ ഒരു ഇൻസ്റ്റൻസ് നമുക്ക് ഇത്ര എമൗണ്ടിന് അവൈലബിൾ ആണെങ്കിൽ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയാം. അങ്ങനെ പറയുന്നതാണ് സ്പോട്ട് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഒരു ഹയർ ഇൻസ്റ്റൻസിന് നമ്മളൊരു എമൗണ്ട് പറഞ്ഞിട്ട് ഇത്രയും എമൗണ്ടിൽ ഈ ഇൻസ്റ്റൻസ് അവൈലബിൾ ആണെങ്കിൽ എനിക്കത് ആവശ്യമുണ്ട്. അപ്പോൾ ആ പെർട്ടിക്കുലർ ടൈമിൽ അത് അവൈലബിൾ ആയി വരുന്ന ടൈമിൽ നമുക്കത് യൂസ് ചെയ്ത് നമ്മുടെ വർക്ക് ചെയ്ത് നോക്കാം. പക്ഷെ അതേപോലെ വേറൊരു കസ്റ്റമർ വേറൊരു എമൗണ്ട് വെച്ച് ഇതിനെക്കാട്ടിയും കൂടുതലായിട്ട് അവർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മുടെ സൈഡിൽ നിന്ന് അത് ടെർമിനേറ്റ് ചെയ്ത് പോയി അത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് ടെർമിനേറ്റ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻട്രപ്ഷൻ വരികയാണ്. അങ്ങനെ നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ഇപ്പോൾ ഓൺലി നോൺ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സ്പോട്ട് ഇൻസ്റ്റൻസ്. അപ്പോൾ ഹയർ ഇൻസ്റ്റൻസ് ലോവർ പ്രൈസിന് കിട്ടും. അതാണ് നമുക്ക് അവിടെയുള്ള ബെനിഫിറ്റ്. അതേപോലെ വേറൊരു ഓപ്ഷനാണ് സേവിങ്സ് പ്ലാൻ എന്ന് പറയുന്നത്. സേവിങ്സ് പ്ലാനും അത് ഇപ്പോൾ ഈ റിസർവ്ഡ് ഇൻസ്റ്റൻസസ് പറയണ പോലെ നമുക്കൊരു ഡിസ്കൗണ്ട് തരുന്നതാണ്. ഒരു 72% ഒക്കെ ഡിസ്കൗണ്ട് തരും. പക്ഷെ അതിൽ നമ്മൾ 1 or 3 ഇയർ തന്നെ നമ്മൾ പറയണത് എന്താ വെച്ചാൽ അത് കമ്മിറ്റ് ചെയ്യണത് ഒരു സ്പെൻഡിങ് എമൗണ്ട് പെർ ഹവറിനനുസരിച്ച് അത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. ഇപ്പോൾ ഈ റിസർവ്ഡ് ഇൻസ്റ്റൻസ് പറയാന്ന് വെച്ചാൽ നമുക്കൊരു പെർട്ടിക്കുലർ റീജിയനിൽ പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ടൈപ്പ് അതിൻ്റെ പെർട്ടിക്കുലർ OS ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഇത്ര 1 or 3 ഇയറിന് മുന്നേ സ്പെസിഫൈ ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. ഇത് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്യും നമ്മുടെ ഇൻസ്റ്റൻസ് ടൈപ്പ് റീജിയൻ OS ഒക്കെ. നമ്മൾ സ്പെസിഫൈ ചെയ്യണത് ഈ സ്പെൻഡിങ് എമൗണ്ട് പെർ അവർ ഇത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യാണ്. 1 or 3 ഇയറിനെന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ടൈപ്പിനല്ല. ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ തന്നെ പല സർവീസ് AWS സർവീസ് ആയപ്പോൾ അതർ സർവീസസ് ലാംഡ ഫാർഗേറ്റ് എന്നൊക്കെ പറയുന്ന സർവീസ് ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനൊക്കെയും അപ്ലിക്കബിൾ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു സേവിങ്സ് പ്ലാനിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് റിസർവ്ഡ് ഇൻസ്റ്റൻസിനെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ മോർ ഫ്ലെക്സിബിൾ ആണ് സേവിങ്സ് പ്ലാൻ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് നമ്മൾ സെക്യൂരിറ്റി ഗ്രൂപ്പ് നാക്കിൾ ഇതിനെയൊക്കെ ഇപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത അപ്പോൾ ഒരു AWSൽ VPCയുടെ ഉള്ളിൽ സബ്നെറ്റ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ സബ്നെറ്റ്സിനെ ഒരു റൗട്ട് ടേബിൾ കോൺഫിഗർ ചെയ്തു, അസോസിയേറ്റ് ചെയ്തു. അതിൽ നമ്മളൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റൻസിൻ്റെ ഒരു ഫയർവാളായിട്ട് വരുന്നതാണ് നമ്മുടെ സെക്യൂരിറ്റി ഗ്രൂപ്പ്. സബ്നെറ്റിൻ്റെ ഒരു ഫയർവാളായിട്ട് വരുന്നതാണ് നാക്കിൾ. ഇനി അതിൻ്റെയും ഒരു ഡിഫറൻസ് ആണ് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ നാക്കിൾ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ആക്സസ് കൺട്രോൾ ലിസ്റ്റ്, അതുപോലെ സെക്യൂരിറ്റി ഗ്രൂപ്പ്, ഇതിൻ്റെയൊക്കെ കുറച്ച് ഫീച്ചേഴ്സ് കാണാം. ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് നാക്കിളിൻ്റെ സ്കോപ്പ് സബ്നെറ്റ് ലെവലിലുള്ള ഒരു ഫയർവാളാണ്. സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻസ് ലെവലിൽ. അതിൻ്റെ സ്റ്റേറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ നാക്കിളിലും സെക്യൂരിറ്റി ഗ്രൂപ്പിലും എല്ലാം ഇങ്ങനെ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏത് ട്രാഫിക്കാണോ ഇൻകമിങ് ട്രാഫിക്കിൻ്റെ എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ പറയുന്നത് ഇൻബൗണ്ടിലും ഔട്ട് ഗോയിങ്, അതായത് നമ്മൾ ഒരു സെർവറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ട്രാഫിക്കിനെ ഔട്ട് ഗോയിങ് റൂൾസ് ആക്കിയിട്ടും സ്പെസിഫൈ ചെയ്യും.
ഇപ്പോൾ ഇതിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നാക്കിളിനെ നമ്മൾ പറയും സ്റ്റേറ്റ്ലെസ്, അതായത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻബൗണ്ടും ഔട്ട് ബൗണ്ട് റൂൾസും സ്പെസിഫൈ ചെയ്യണം. ഇപ്പം നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് ഇപ്പം നമ്മൾ ആ സെർവറിനെ ആക്സസ് ചെയ്യണ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അങ്ങനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ നാക്കിളിൽ മെൻഷൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ നാക്കിളിൽ ഇൻബൗണ്ട് ആയിട്ട് നമ്മൾ ഒരു റിക്വസ്റ്റിനെ കാണിച്ചു. അതായത് എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ഇപ്പോൾ ഈ സെർവറിനെ ആക്സസ് ചെയ്യാൻ നോക്കി, അപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൻ്റെ IP നമ്മൾ ഇൻബൗണ്ട് റൂളായിട്ട് കൊടുക്കണം. പക്ഷെ അതിന് ഒരു തിരിച്ചു കിട്ടേണ്ട റെസ്പോൺസിന് ഈ ഓട്ടോമാറ്റിക്കായിട്ട് നാക്കിളിൽ അത് അറിയില്ല. അങ്ങനെ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട് ബൗണ്ട് റൂൾസ് ആയിട്ട് അവിടുന്ന് പോണ ഔട്ട് ഗോയിങ് ട്രാഫിക്, അതായത് അവിടുന്ന് പോണ റെസ്പോൺസിനെ നമ്മൾ ഔട്ട് ബൗണ്ട് റൂൾസ് ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്നത് സ്റ്റേറ്റ്ലെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റിക്വസ്റ്റ് നമ്മളവിടെ ഒരു ട്രാഫിക്കിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റും അതിൻ്റെ റെസ്പോൺസും സെപ്പറേറ്റ്ലി ഇൻബൗണ്ടും ഔട്ട് ബൗണ്ട് റൂൾസിലും കൊടുക്കണം. പക്ഷേ സെക്യൂരിറ്റി ഗ്രൂപ്പ് അങ്ങനെയല്ല. സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്ഫുൾ ആണ്. ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ഒരു സെർവറിനെ ആക്സസ് ചെയ്യാൻ നോക്കി, ആ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളത് ഇൻബൗണ്ട് റിക്വസ്റ്റ് ആയിട്ട് കൊടുത്തു. ആ ഒരു റൂള് മാത്രം മതി. അതിൽ ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് IP അവിടെ അലൗ എന്ന് പറഞ്ഞിട്ടുള്ള ആ പോർട്ട്, ഏത് പോർട്ടിൽ കൂടെ അത് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ റൂള് കൊടുത്താൽ അത് അലൗ എന്നാണ് മീനിങ്. അതിൽ അതിൻ്റെ റെസ്പോൺസ് അതിൽ കൂടെ തന്നെ വരും. അതിൽ ഔട്ട് ബൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ ആ സെർവർ വേറെ ഏതെങ്കിലും സൈറ്റ് ആക്സസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഔട്ട് ബൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റേറ്റ്ലെസ് സ്റ്റേറ്റ്ഫുൾ എന്ന് പറയുന്നത്. നാക്കിൾ സ്റ്റേറ്റ്ലെസ് ആണ്, സെക്യൂരിറ്റി ഗ്രൂപ്പ് സ്റ്റേറ്റ്ഫുൾ ആണ്. അപ്പോൾ അടുത്തതാണ് റൂൾ ഓർഡർ എന്ന് പറയുന്നത്. റൂൾ ഇവാലുവേറ്റഡ് ഇൻ ഓർഡർ, അതായത് നാക്കിളിൽ നമുക്കൊരു നമ്പർ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ആ സ്പെസിഫൈ ചെയ്ത നമ്പറിനനുസരിച്ചിട്ടാണ്, അതിൻ്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് റൂൾസ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ അതായത് ലോവസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ചെറിയ നമ്പേഴ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് അങ്ങനെ റൂൾസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഓർഡർ അനുസരിച്ച്. പക്ഷേ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഓൾ റൂൾസ് ഇവാലുവേറ്റഡ് ടുഗെദർ, അങ്ങനെ അതിനൊരു നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അത് എല്ലാം ഓൾ റൂൾസ് ഇവാലുവേറ്റഡ് ടുഗെദർ, ഒരുമിച്ചാണ് അത് ഇവാലുവേറ്റ് ചെയ്യുക. ഇനി ഡിനൈ ട്രാഫിക്, നാക്കിളിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, അലൗ ചെയ്യാനാണോ ഡിനൈ ചെയ്യാനാണോ എന്നുള്ളത് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെയാണ് ആ കൂടി ഡിനൈ ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. പക്ഷേ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഏതൊക്കെ റൂൾ കൊടുത്തോ അത് ഓൺലി അലൗ റൂൾസ് ആണ്. എന്തൊക്കെ റൂൾ കൊടുത്തു അതെല്ലാം അലൗ ആണ്, അതിൽ ഡിനൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതൊക്കെയാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നാക്കിളിനെയും സെക്യൂരിറ്റി ഗ്രൂപ്പിനെയും കുറിച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് ഇത്രയാണ്. ഓക്കെ, ഇതുവരെ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസ് ആയി പറയൂ. Okay, thank you. See you.